ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നാടൻ മത്തങ്ങ എരിശ്ശേരി വീട്ടിൽ തന്നെ തയ്യാറാക്കാട്ടോ. ഇതിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് പയർ നന്നായി റോസ്റ്റ് ആക്കുക കേട്ടോ. ആദ്യമേ എണ്ണയും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നന്നായി ചീഞ്ചട്ടിയിലിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ആവണ, കരിഞ്ഞു പോകരുത് ഒരിക്കലും, നന്നായി റോസ്റ്റ് ആവണ രീതിയിൽ ആക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നന്നായി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോവും. സോ ചെറിയൊരു ബ്രൗൺ കളർ റോസ്റ്റ് എന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. ചീഞ്ചട്ടിയിൽ ചൂട് മാറിയതിന് ശേഷം നന്നായി വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട മത്തങ്ങ നമുക്ക് ചെറുതായിട്ട് നന്നായി കട്ട് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്യാവേ. മത്തങ്ങയുടെ കൂടെ തന്നെ ചേനയും നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. രണ്ട് വിസിലൊക്കെ ആകുമ്പോഴേക്ക് സിമ്മിലിട്ടേക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു വിസിലേ ആയുള്ളൂ, അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചേക്കാം. തേങ്ങയുടെ ഒപ്പം 2 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകവും തേങ്ങയും കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചമ്മന്തി രൂപത്തിലാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കുക്കറിൽ വെച്ച പയർ അത്യാവശ്യം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നമ്മുടെ മത്തങ്ങയും ചേനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം പാകത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കേണ്ട കാര്യങ്ങളിട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം അരിഞ്ഞു വെച്ച് സവോളയും പിന്നെ മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ.
നമ്മുടെ സവോളയും ഉള്ളിയും ചെറിയൊരു ബ്രൗണിഷ് ആയതിനു ശേഷം നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ അതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലെ മത്തങ്ങ നന്നായി വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും പിന്നെ ജീരകം കൂടിയുള്ള അരപ്പ് നമുക്ക് അതിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറിൽ മത്തങ്ങ എരിശ്ശേരി റെഡി ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ച സവോളയും ഉള്ളിയും പിന്നെ തേങ്ങയും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല മണമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഇച്ചിരി എടുത്ത് അങ്ങ് കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ ഈശോയെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടേസ്റ്റാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോറിന് മത്തങ്ങ എരിശ്ശേരിയാണ് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ.